നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സ്യൂട്ട് ധരിച്ച് ഒരു മാരത്തണിൽ പങ്കെടുത്ത ഒരു യുവാവാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലെ താരം. അബുദാബി മാരത്തണിലാണ് സംഭവം നടന്നത്. കണ്ണൂർ സ്വദേശി സാദിഖ് അഹമ്മദാണ് വ്യത്യസ്തമായ രീതിയിൽ മാരത്തണിൽ പങ്കെടുത്തത്. ഈ സാദിഖ് അഹമ്മദ് ഇങ്ങനെ ആദ്യമായല്ല ഒരു മാരത്തണിൽ വ്യത്യസ്തനാകുന്നത്. ആ കഥ വ്യത്യസ്തമാണ്. UAE സ്വദേശികളും വിദേശികളും ഒരുപോലെ കൗതുകത്തോടെ കണ്ട വീഡിയോയിലെ താരമാണിത്. കണ്ണൂർ സ്വദേശി സാദിഖ് അഹമ്മദ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി പ്രവാസ ജീവിതം നയിക്കുന്ന സാദിഖിന് ആരോഗ്യ സംരക്ഷണം കഴിഞ്ഞേ എന്തുമുള്ളൂ. അതിനായി ഓടാൻ ലഭിക്കാറുള്ള ഒരവസരവും പാഴാക്കാറില്ല ഈ യുവാവ്. യാദൃച്ഛികമായാണ് സാദിഖ് ഓട്ടത്തിന്റെ മേഖലയിലെത്തിയത്. അങ്ങനെ അബുദാബിയിൽ നിന്ന് തുടങ്ങിയ സാദിഖിന്റെ ഓട്ടം ഇന്ന് പ്രവാസികൾക്ക് അഭിമാനിക്കാവുന്ന പല നേട്ടങ്ങളും സ്വന്തമാക്കി മുന്നേറുകയാണ്. സാദിഖും സാദിഖിന്റെ കഥയും അല്പം വ്യത്യസ്തമാണ്. അബുദാബി ഇഡ്നോക്കിലെ ജീവനക്കാരനായ സാദിഖ് ചെറുപ്പത്തിൽ നാട്ടിലെത്തുന്ന വിദേശികളെയും യാത്ര ചെയ്യാനുള്ള അവരുടെ ആഗ്രഹത്തെയും കൃത്യമായി ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എന്നെങ്കിലും അവരെ പോലെ പുറകിലൊരു ബാഗുമായി ലോകം ചുറ്റണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ UAE-ലെത്തിയ ശേഷം 2018 നടത്തിയ യൂറോപ്യൻ യാത്രയാണ് ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചതെന്ന് സാദിഖ് പറയും. എൻ്റെ ചെറുപ്പത്തിൽ ഈ സ്കൂള് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ കുറേ ഇംഗ്ലീഷുകാരൊക്കെ ബാക്കും ഇട്ടിട്ട് വണ്ടിയിലും അല്ലെങ്കിൽ അവർ നടന്നൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മളൊക്കെ ഇങ്ങനെ എപ്പോൾ പോവോ പറ്റുമോ എന്നൊക്കെ. പക്ഷേ പെട്ടെന്ന് UAE-ലേക്ക് വന്ന് ഒരു സമയമായപ്പോൾ ഞാനും അതുപോലെ ട്രൈ ചെയ്ത് ഒരു ബാഗൊക്കെ എടുത്ത് ഒരു മാസത്തേക്കുള്ള ഒരു യാത്ര അങ്ങനെ പുറപ്പെട്ടു. വളരെ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ പ്ലാൻ ചെയ്ത് ഷെങ്കൻ രാജ്യങ്ങളിലേക്ക്, ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് തുടങ്ങി അങ്ങ് സ്പെയിൻ വരെ ഏകദേശം 10 രാജ്യം ഞാൻ കവർ ചെയ്തു. അതിൽ വളരെ ലോ ബഡ്ജറ്റായിരുന്നു. മാക്സിമം വാക്കിംഗ് ടൂറായിരുന്നു. സത്യം പറയുന്നത് വാക്കിംഗ് ടൂറാണത്. അതാണ് ശരിക്കും എനിക്ക് ഇത്രയും ഞാനൊരു ദിവസം നടക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നത് എൻ്റെ ഒരു വാച്ച് ഉണ്ടായിരുന്നു. അതിലുള്ള സ്റ്റെപ്പ് ഞാൻ കൗണ്ട് ചെയ്ത് ആ ഒരു ഇതാണ് ഞാൻ മെല്ലെ ഈ ഒരു റണ്ണിങ്ങിലേക്ക് ഇവിടെ വന്നപ്പോൾ അത് കണ്ടിന്യൂസ് ചെയ്ത് ആ ഒരു ഇതിലേക്ക് പോയത്. അതിനുശേഷം ലോകം കൊറോണ മഹാമാരിയുടെ പിടിയിൽ അകപ്പെട്ടപ്പോഴും കിട്ടാവുന്ന സമയങ്ങളിലെല്ലാം സാദിഖ് ഓടാനുള്ള സാഹചര്യമുണ്ടാക്കി. ഇതിനിടെ കേരള റൈഡേഴ്സ് എന്ന UAE-ലെ കായിക പ്രേമികളുടെ കൂട്ടായ്മയുടെ ഭാഗമായതോടെ കുറെ കൂടി ഗൗരവത്തോടെ കാര്യങ്ങളെ നോക്കിക്കാണാനും ആരംഭിച്ചു. ഫസ്റ്റ് ഞാൻ ചെറുങ്ങനെ റണ്ണ് വാക്കിംഗ് മെത്തേഡോടുകൂടി ഇങ്ങനെ തുടങ്ങി. പിന്നെ പെട്ടെന്നാണ് കൊറോണ വരുന്നത്. കൊറോണ വന്നതോടെ കൂടുതൽ ഇതിലേക്ക് പുറത്തു പോകാനുള്ളൊരു കണ്ടെത്തലും കൂടിയായി. റണ്ണിങ് എന്ന് പറഞ്ഞാൽ അന്നേരം ഓടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നമുക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു ആ ടൈമിൽ, ഫസ്റ്റ് ബിഗിനിങ് കൊറോണയിൽ. അങ്ങനെ ആയി. പിന്നെ കേരള റൈഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് കയറി. അവിടുന്ന് കോച്ചിൻ്റെ ഒക്കെ കുറേ അഡ്വൈസൊക്കെ കിട്ടി. അങ്ങനെ ഇതൊരു പാഷനേറ്റായിട്ട് കൊണ്ടുപോയി. നല്ല ഒരു ഷൂ ഉണ്ടെങ്കിൽ ലോകത്തെവിടെയും ചെയ്യാനാകുമെന്നതാണ് ഓട്ടത്തിന്റെ വലിയ പ്രത്യേകതയായി സാദിഖ് കാണുന്നത്. അതിനാൽ തന്നെ കിട്ടാവുന്ന സമയങ്ങളിലെല്ലാം ഓടാനായി ശ്രമിക്കാറുണ്ടെന്ന് സാദിഖ് പറയുന്നു. റണ്ണിങ്ങിൻ്റെ ഏറ്റവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും എപ്പോൾ പോയി ചെയ്യാം എന്നുള്ള ഒരു ഇതുണ്ട്. നമുക്ക് ഏത് രാജ്യത്തും ഒരു റണ്ണിങ് ഷൂ ഉണ്ടെങ്കിൽ വളരെ ലോ ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. സൈക്ലിംഗ് എന്ന് പറയുമ്പോൾ സൈക്കിൾ എടുത്ത് നമ്മൾ വണ്ടീൻ്റെ ഉള്ളിൽ വെച്ച് ഒരു വലിയൊരു ചടങ്ങ് ആണ് എന്ന് തോന്നിയപ്പോൾ ഞാൻ റണ്ണിങ്ങിലേക്ക് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ലോങ് ഡിസ്റ്റൻസ് മാരത്തോൺ റണ്ണിലേക്ക് കൂടുതൽ വന്നു. കേരള റൈഡേഴ്സ് നടത്തിയ ട്രയാത്തലോണിൽ പങ്കെടുത്തതാണ് മറ്റൊരു വഴിത്തിരിവായത്. ഒരു മാസം നീണ്ടുനിന്ന പരിപാടിയിൽ മികച്ച രീതിയിൽ പങ്കെടുക്കാനായി എന്നത് സാദിഖിന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. ജോലിക്കിടയിൽ ഉൾപ്പെടെ പരിപാടിയുടെ ഭാഗമായി. അന്ന് സാദിഖ് ഉൾപ്പെട്ട ടീമിനായിരുന്നു 1ാം സ്ഥാനം ലഭിച്ചത്. ആദ്യത്തെ ട്രയാത്തലോൺ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള റൈഡേഴ്സിൻ്റെ ട്രയാത്തലോണിൽ ഞാൻ ഇവിടുന്ന് കൊറോണ ടൈം ആയതുകൊണ്ട് അധികം നമ്മളെ ജോലി സ്ഥലങ്ങളാണ് ഓടിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം 20 കിലോമീറ്ററും 21 കിലോമീറ്ററും അങ്ങനെ കണ്ടിന്യൂസ് ഇതൊരു 30 ദിവസത്തെ ഒരു ട്രയാത്തലോൺ ലീഗാണ്. അതിൽ
അന്നുണ്ടായ എൻ്റെ ഒരു ക്ലബിന് നമ്മളൊരു ഗ്രൂപ്പുണ്ട്, ആ ഒരു ഗ്രൂപ്പിനാണ് 1ാം സ്ഥാനം കൂടി ലഭിച്ചത്. അപ്പോൾ അതിൽ നമ്മളെ മോഹൻദാസ് സാർ, പിന്നെ അബ്ദുള്ള ലീഡർ, അവരൊക്കെ നല്ലൊരു ഹെൽപ്പ് ഉണ്ടായാണ് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത്. കോച്ച് മോഹൻദാസ് ഉൾപ്പെടെയുള്ളവരുടെ പ്രോത്സാഹനം ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നടക്കുന്ന മാരത്തോണിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹത്തിലേക്ക് സാദിഖിനെ നയിച്ചു. ആദ്യമായി ബെർലിൻ മാരത്തോണിലായിരുന്നു ഓടിയത്. 3 മണിക്കൂർ 37 മിനിറ്റ് 17 സെക്കൻഡ് കൊണ്ട് മാരത്തോൺ പൂർത്തിയാക്കി. അന്ന് ഇതിഹാസ ഫുട്ബോൾ താരം കക്കിക്കൊപ്പമായിരുന്നു മാരത്തോൺ സാദിഖ് പൂർത്തിയാക്കിയത്. നമ്മളെന്തെങ്കിലും ഇതിൽ കൂടുതലായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതൊരു പാഷനായിട്ട് നിൽക്കാൻ പറ്റൂ, നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഓരോ മാരത്തോണുകൾ ഓരോരോ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഈ വേൾഡിലെ 6 വേൾഡ് മേജർ മാരത്തോണുകളിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ ഒരു ആത്മവിശ്വാസം എനിക്ക് വന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് ഞാൻ ബെർലിൻ മാരത്തോണിൽ പോകുന്നത്. ബെർലിൻ മാരത്തോൺ അവിടെ എൻട്രി കിട്ടി. ബെർലിൻ മാരത്തോണിൽ പോയി. അവിടെ കാക്കേൻ്റെ കൂടെ ഞാൻ ഓടിയിട്ടുണ്ട്. നമ്മൾ ഫുട്ബോൾ ഇതിഹാസം കാക്കേൻ്റെ കൂടെ ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാനും കാക്ക ഒരേ പേസിലായിരുന്നു. പക്ഷേ കാക്കനെ ഞാൻ 1 മിനിറ്റ് കൊണ്ട് തോൽപ്പിക്കാനും പറ്റി. എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരനാണ്. പിന്നീട് 2023 ഷിക്കാഗോയിൽ നടന്ന വേൾഡ് മാരത്തോണിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് സാദിഖ് അഹമ്മദ് ഓടിയത്. 3 മണിക്കൂർ 29 മിനിറ്റ് 29 സെക്കൻഡ് കൊണ്ട് അന്ന് ഫിനിഷ് ചെയ്തു. ഏറ്റവും ഒടുവിൽ 54ാമത് ന്യൂയോർക്ക് സിറ്റി മാരത്തോണിൽ UAE പതാക വാഹകനായി പ്രവാസികൾക്കും അഭിമാനമായി. അത് കഴിഞ്ഞ ശേഷം ഞാൻ ചിക്കാഗോ മാരത്തോൺ ചെയ്ത് 2023 ചിക്കാഗോ മാരത്തോൺ ചെയ്ത്, പിന്നെ ഇപ്പോൾ ഈ ലാസ്റ്റ് ന്യൂയോർക്ക് മാരത്തോൺ, ഈ 2024 ന്യൂയോർക്ക് മാരത്തോൺ ചെയ്യാൻ കിട്ടി. അതിൽ എനിക്ക് സ്പെഷ്യൽ ഇൻവിറ്റേഷനും കൂടി കിട്ടി. ഞാൻ അവിടെ UAE റെസിഡൻസ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് UAEയുടെ ഫ്ലാഗ് ബാരിയറായിട്ട് ഓപ്പണിംഗ് സെറമണിയിൽ എനിക്കൊരു ഇമെയിലും കൂടി വന്ന് അതിൻ്റെ ഒരു ഭാഗമായി ഈ UAEയുടെ നമ്മുടെ പോറ്റമ്മ രാജ്യമായ UAEയുടെ ഫ്ലാഗ് വേറൊരു രാജ്യത്ത് പോയി നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ചെയ്ത് വീശ എന്ന് പറഞ്ഞത് വളരെയേറെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് ഞാൻ ഇത് കാണുന്നത്. ഇതെല്ലാം ഈ ഒരു നമ്മളെ ഒരു പാഷൻ നമ്മൾ കൊണ്ടുപോയത് കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. വെറുതെ ഓടുന്നതിനപ്പുറം വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്നാണ് സാദിഖിന്റെ ആഗ്രഹം. ഇതിനായി ശ്രമിക്കാറുമുണ്ട് ഈ യുവാവ്. അങ്ങനെയാണ് UAEയിൽ നടന്ന അഡ്നോക്ക് മാരത്തണിൽ 2022 അഡ്നോക്കിന്റെ ഡ്യൂട്ടി വസ്ത്രവും ഹെൽമറ്റും ധരിച്ച് ഓടിയത്. ഇങ്ങനെ ഓടിയതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അടക്കം അന്ന് സ്വന്തമാക്കിയിരുന്നു. സാധാരണ തൊഴിലാളികൾക്കുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് അങ്ങനെ ഓടിയത്. ഇതിനുശേഷമാണ് ഇത്തവണത്തെ മാരത്തോണിൽ സ്യൂട്ട് ധരിച്ച് ഓട്ടം പൂർത്തിയാക്കിയത്. അതിനും ഒരു കാരണമുണ്ട്. 2024 ഇപ്പോൾ ഒരു മാരത്തോണിൽ ഞാൻ സൂട്ട് ഇട്ടിട്ട് നമ്മളെ കോർപ്പറേറ്റ് എംപ്ലോയീസ്, പിന്നെ എനിക്കറിയാം കുറേ എൻ്റെ കൂടെ സൂട്ടും കോട്ടിട്ടിരുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്നെ ഇപ്പം പറയും, ഓടുന്നില്ലേ, ഓടാൻ വരുന്നില്ലേ, പോകുന്നില്ലേ, ഇങ്ങനെ അവർ ഒരു ട്രോള് പോലെയൊക്കെ തോന്നിയപ്പോൾ ഞാൻ തോന്നി എന്തുകൊണ്ട് ഇങ്ങനെയുള്ള നമ്മുടെ കൂടെ എൻ്റെ കൂടെയുള്ള സൂട്ടും കോട്ടിട്ട് കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ഫ്രണ്ട്സുകളായാലും അല്ലെങ്കിൽ ഈ ഒരു കോർപ്പറേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന അവർക്കുള്ള ഈ ഇമ്പോർട്ടൻസ് ഓഫ് ഈ ഹെൽത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളെ റണ്ണിങ്ങിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി എക്സസൈസിലേക്ക് അവർ വരണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു മെസ്സേജ് എനിക്ക് ഇങ്ങനെ കോട്ടിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ രണ്ടാളിത് കാണുമ്പോൾ ഓക്കെ, ഒരാളെങ്കിലും ഈ ഒരു മെസ്സേജ് അവരിലേക്ക് എടുക്കുകയാണെങ്കിൽ അത് എൻ്റെ ഒരു വിജയമായിട്ടാണ് കാണുന്നത്. ലോകത്തെ ഏറ്റവും വലിയ 6 മാരത്തോണുകളിൽ പങ്കെടുത്ത് 6 സ്റ്റാർ സ്വന്തമാക്കുകയാണ് സാദിഖിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ ലക്ഷ്യം. ടോക്കിയോ, ലണ്ടൻ, ബോസ്റ്റൺ മാരത്തണിൽ കൂടി പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പ് തുടരുകയാണെന്നും സാദിഖ് പറയുന്നു. സുസ്ഥിരത സന്ദേശമുയർത്തി അണിനിരന്ന് ഗിന്നസ് നേട്ടം സ്വന്തമാക്കി വിദ്യാർത്ഥികൾ.
UAE പേസ് ഗ്രൂപ്പ് എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ നേട്ടം കൈവരിച്ചത്. ആ കാഴ്ചകളിലേക്ക്. വീണ്ടും ഒരു ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കാനായതിന്റെ സന്തോഷത്തിലാണ് പേസ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പിലെ വിദ്യാർത്ഥികൾ. അതും തങ്ങൾ ജീവിക്കുന്ന ഭൂമിയോടുള്ള സ്നേഹം തെളിയിച്ചുകൊണ്ട്. സുസ്ഥിരതാ സന്ദേശം ഉയർത്തിക്കാട്ടി ലോകത്തിന് മാതൃകയായ ഒരു പറ്റം മിടുക്കന്മാരും മിടുക്കുകളുമാണ് ഇത്. ഒരേ സമയം കുട്ടികൾ ടോട്ട് ബാഗിൽ പെയിൻറ്റ് ചെയ്യുന്നതാണ്. ടോട്ട് ബാഗ് യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ സസ്റ്റൈനബിലിറ്റി കുട്ടികൾക്ക് ഇൻകൾക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓരോ വീടുകളിൽ നിന്നാണ് സസ്റ്റൈനബിലിറ്റി തുടങ്ങേണ്ടത്. അതുകൊണ്ട് കുട്ടികൾ ഉണ്ടാക്കുന്ന പെയിൻറ്റിങ് ആകുമ്പോൾ അതിന് വാല്യൂ കൂടും. സോ എവറി ചൈൽഡ് ദ ന്യൂ ജനറേഷൻ ഷുഡ് കം അപ്പ് വിത്ത് ദ ഐഡിയ ഓഫ് യൂസിങ് ടോട്ട് ബാഗ് സോ ദാറ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് വിൽ ബി റെഡ്യൂസ്ഡ്. സോ ബെറ്റർ ഗ്രീനർ ലൈഫ്. ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടോടെയാണ് അവരവരുടെ ക്ലാസ്സിലെ കുട്ടികളെ അവരവർ ട്രെയിൻ ചെയ്തതാണ്. ഇവിടെ വന്ന് അറേഞ്ച് ചെയ്ത് ഇരുന്ന് ഒരുമിച്ച് ചെയ്യാനുള്ള ട്രെയിനിങ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. പടം വരയ്ക്കാൻ കുട്ടികൾക്ക് അറിയാം, പക്ഷേ അതൊരു വെൽബീയിങ്ങിൻ്റെ ഭാഗമായിട്ടും സസ്റ്റൈനബിലിറ്റി ഭാഗമായിട്ടും UAE 53 നാഷണൽ ഡേയുടെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടും ഞങ്ങളെല്ലാം കൂടെ ക്ലബ് ചെയ്ത് ഈ ഒരു തീം എടുത്തു എന്നുള്ളതേ ഉള്ളൂ. $10,346 വിദ്യാർത്ഥികൾ ഒരുമിച്ച് അവരുടെ ഇഷ്ടനിറത്തിൽ തുണിസഞ്ചിയിൽ ചിത്രങ്ങൾ ഒരുക്കിയാണ് പുതിയ റെക്കോർഡിന് ഉടമകളായത്. സുസ്ഥിരതയുടെയും പരിസ്ഥിതിക അവബോധത്തിന്റെയും സന്ദേശം ഉയർത്തിക്കാട്ടി ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ അങ്കണത്തിലാണ് പരിപാടി നടന്നത്. നമ്മുടെ പേസ് ഗ്രൂപ്പിന്റെ ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂളും പേസ് ഇന്റർനാഷണൽ സ്കൂൾ, ഗൾഫ് ഏഷ്യൻ ഇംഗ്ലീഷ് സ്കൂൾ, ഡൽഹി പ്രൈവറ്റ് സ്കൂൾ, പേസ് ബ്രിട്ടീഷ് സ്കൂൾ എന്നുള്ള കുട്ടികൾ ചേർന്നിട്ട് അച്ചീവ് ചെയ്ത അവാർഡാണിത്. ഈ അവാർഡ് ഒരു പ്രത്യേക ചാലഞ്ചിങ്, അൺലൈക്ക് ദ പ്രീവിയസ് അവാർഡ്സ്, ലോട്ട് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ലോട്ട് ഓഫ് ഗൈഡ് ലൈൻസ്, ഇതെല്ലാം പാലിച്ചുകൊണ്ട് നമ്മളെ ഈ 10,000-ഓളം കുട്ടികൾ വളരെ ഭംഗിയായി പിന്നെ നല്ല പെയിൻറ്റിങ്സ് ഉണ്ടാക്കിയിട്ട് സസ്റ്റൈനബിലിറ്റിനെ പ്രൊമോട്ടാക്കാനുള്ള ഒരു ചലഞ്ചാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇന്ന് സക്സസ്ഫുള്ളായി നേടാൻ പറ്റി. സോ ദിസ് ഈസ് ദ 8th Guinness World Record achieved under the banner of PACE Group. പരിപാടിക്കായി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വിപുലമായ ഒരുക്കങ്ങളായിരുന്നു സ്കൂൾ അധികൃതർ ഒരുക്കിയിരുന്നത്. ഗിന്നസ് റെക്കോർഡിനായി ശ്രമിക്കുന്ന ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ കൃത്യമായി ഓരോ കുട്ടിക്കും മനസ്സിലാക്കി നൽകാൻ അധ്യാപകരും ചുറുചുറുക്കോടെ ഒപ്പം നിന്നു. ഭൂമിയെ പ്ലാസ്റ്റിക് മുക്തവും പരിസ്ഥിതി സൗഹൃദവുമാക്കി ഭാവി തലമുറയ്ക്കായി സംരക്ഷിക്കുക എന്നതാണ് ഇത്തരമൊരു ആശയത്തിലൂടെ സ്കൂൾ ലക്ഷ്യമിടുന്നതെന്നും ഗിന്നസ് നേട്ടത്തിൽ അഭിമാനമുണ്ടെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു. ഞങ്ങൾ ട്രൈ ചെയ്യും. ഞങ്ങൾ ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് ആലോചിച്ച് തുടങ്ങും എന്ത് ചെയ്യും. ബിക്കോസ് വർക്കിംഗ് ടുഗെദർ ചിൽഡ്രൻ ഷുഡ് ലേൺ ദേ ആർ ഓൾ ഗ്ലോബൽ സിറ്റിസൻസ്. അവരത് പഠിച്ചാലേ ഒരുമിച്ച് ജീവിക്കാൻ ആ ഒരു കൾച്ചർ ഉണ്ടാവണം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇൻഡിവിജ്വൽ ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പഠിച്ചാലേ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ ഷാർജയിലെ കുട്ടികൾക്ക് പുറമെ ഗൾഫ് ഏഷ്യൻസ് ഇംഗ്ലീഷ് സ്കൂൾ ഷാർജ, പേസ് ഇന്റർനാഷണൽ സ്കൂൾ ഷാർജ, DPS സ്കൂൾ അജ്മാൻ, പേസ് ബ്രിട്ടീഷ് സ്കൂൾ ഷാർജ എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും ആവേശത്തോടെ പരിപാടിയുടെ ഭാഗമായി. 10,346 കുട്ടികളാണ് ഇന്നത്തെ റെക്കോർഡ് അറ്റംപ്റ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്തത്. 3000 ആയിരുന്നു മിനിമം കണ്ടീഷൻ ഉണ്ടായിരുന്നത്. അതിനെ നമ്മൾ വലിയൊരു നമ്പറോട് കൂടിയാണ് നമ്മളത് സാധിച്ചെടുത്തത്. ഇതിന് മുമ്പുണ്ടായ അവാർഡ്സ് ഇൻക്ലൂഡിങ് എല്ലാ നാഷണൽ ഡേ അനുബന്ധിച്ചാണ് റെക്കോർഡ്സ് നമ്മൾ ബ്രേക്ക് ചെയ്യാറ്. നാഷണൽ ഡേ UAE-ന്റെ കൾച്ചറായി ബന്ധപ്പെട്ടിട്ടും UAE-ന്റെ അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടും UAE-ന്റെ വിഷനായി ബന്ധപ്പെട്ടിട്ടുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ആണ് നമ്മൾ സ്ഥിരമായി അച്ചീവ് ചെയ്യാൻ ശ്രമിക്കാറ്.
ഇതാദ്യമായല്ല പേസ് ഗ്രൂപ്പിലെ വിദ്യാർത്ഥികൾ ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കുന്നത്. ഇമാറാത്തിന്റെ പ്രതീകങ്ങളായ ബോട്ട് മാതൃക സൃഷ്ടിച്ച് 2017 നിശ്ചല ദൃശ്യം സൃഷ്ടിച്ച് 2018 ട്രാൻസ്ഫോമിംഗ് ഇമേജ് സൃഷ്ടിച്ച് 2018 തന്നെ രണ്ടാമതും 11,443 വിദ്യാർത്ഥികൾ ചേർന്ന് സ്പേസ് റോക്കറ്റിന്റെ രൂപം നിർമ്മിച്ച് 2019 ഓൺലൈനിൽ UAE പതാക വീശി 2020 കൈപ്പത്തി കൊണ്ട് UAE പതാകയുടെ ചുമർചിത്രം തയ്യാറാക്കി 2021 നമ്മുടെ ഭൂമി നമ്മുടെ ഉത്തരവാദിത്തം എന്ന വിഷയത്തിൽ 6097 വിദ്യാർത്ഥികൾ അണിനിരന്ന ഏറ്റവും വലിയ മനുഷ്യ ഭൂഗോളം തീർത്ത് 2023 ഗിന്നസ് റെക്കോർഡുകൾ പേസ് ഗ്രൂപ്പ് എഡ്യൂക്കേഷൻ സ്വന്തമാക്കിയിരുന്നു. It was nice and I like a Burj Khalifa I draw, and then a heart and a tree. Then I draw the grass over here. It was nice and also good experiment. That one. How was the experience? The experience was nice and so good. I loved the experience. I enjoyed a lot. I drawed so many things. I drawed a cloud, a flower, and a tree. Yeah, it was so great. I like doing it because it gives us the experiment. It gives us the experiment to do painting for about 1 week. What did you do? It was so good, and it's our chance to do in the tote bag paintings, and it was so good. And if we get timings to do it, was so good. We were so excited for this, and then each day we were coming to the ground, and we were so excited to draw, and we waited for this event. So it was the best day, and then it is our 8th Guinness World Record. I'm so proud of myself. വരും വർഷങ്ങളിലും വ്യത്യസ്തമായ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. റെഡ് ലൈനും ഗ്രീൻ ലൈനും പുറമെ മറ്റൊരു മെട്രോ ലൈൻ കൂടെ ദുബായിൽ വരികയാണ്, ബ്ലൂ ലൈൻ. ബ്ലൂ ലൈനെ പറ്റി അറിയേണ്ടതെല്ലാം. പദ്ധതി പ്രഖ്യാപന ദിവസം തന്നെ ഉദ്ഘാടന തീയതിയും പ്രഖ്യാപിച്ച് മുന്നോട്ടു പോവുക അധികമാർക്കും അവകാശപ്പെടാനാകാത്ത സംഗതിയാണത്. പക്ഷേ UAEക്ക് അത് സാധിക്കുമെന്ന് എത്രയോ തവണ തെളിയിച്ചതുമാണ്. ഓരോ നിമിഷവും ഈ നഗരത്തിന്റെ വളർച്ച ഏതു തരത്തിലായിരിക്കണമെന്ന് സ്വപ്നം കാണുന്ന ദീർഘദർശികളായ ഭരണാധികാരികളുള്ള UAE മുന്നോട്ട് കുതിക്കുന്നത് അങ്ങനെയാണ്. ദുബായ് മെട്രോയുടെ പുതിയ പാത, അതായത് ബ്ലൂ ലൈൻ, അതിലൂടെ 9/9/2029 മെട്രോ ട്രെയിനുകൾ ഓടിത്തുടങ്ങുമെന്ന് ലോകത്തിനോട് പ്രഖ്യാപിക്കുകയാണ് ദുബായ്. അതും പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതായി അറിയിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിൽ തന്നെ. സ്വപ്ന പദ്ധതിയുടെ നിർമ്മാണത്തിനായി തുർക്കി ചൈനീസ് കമ്പനികളായ മാപ്പ, ലിമക്, CRRC എന്നിവയ്ക്ക് 2050 കോടി ദിർഹത്തിന്റെ കരാർ നൽകിയതായി RTA ചെയർമാൻ മത്തർ അൽ തായിറാണ് We are expecting that this new line will provide facility or comfort for our passenger, which we are expecting to serve around 200,000 passenger per day on 2030, and it will gradually the demand will grow, and it will serve around 350,000 passenger per day on 2040. ദുബായ് ഇന്റർനാഷണൽ സിറ്റി, അക്കാദമിക് സിറ്റി, സിലിക്കൺ ഒയാസിസ് തുടങ്ങി ദുബായിലെ മെട്രോ സംവിധാനങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ് ദുബായ് മെട്രോ ബ്ലൂ ലൈനിലൂടെ. 2050 കോടി ദിർഹമാണ് പദ്ധതിക്ക് കണക്കാക്കുന്ന ചിലവ്. പാതകളുടെ നിർമ്മാണം അടുത്ത ഏപ്രിലിൽ ആരംഭിക്കും. പദ്ധതി പൂർത്തിയാകുന്നതോടെ റെഡ്, ഗ്രീൻ ലൈനുകളെ ബന്ധിപ്പിച്ച് ദുബായിയുടെ കൂടുതൽ മേഖലകളിലേക്ക് സർവീസ് എത്തുമെന്നും അധികൃതർ അറിയിച്ചു.
30 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബ്ലൂ ലൈൻ ദുബായിലെ സുപ്രധാന സ്ഥലങ്ങളിലൂടെയാണ് കടന്നു പോവുക. ഇതിൽ 15.5 കിലോമീറ്റർ ഭൂമിക്കടിയിലും 14.5 കിലോമീറ്റർ ഭൂമിക്ക് മുകളിലുമായിരിക്കും. ജദാഫിൽ ഗ്രീൻ ലൈനുമായി ചേരുന്ന അൽഖോർ ആയിരിക്കും ബ്ലൂ ലൈനിലെ ആദ്യ സ്റ്റേഷൻ. ഇത് ബ്ലൂ ഗ്രീൻ ലൈനുകളുടെ ഇന്റർചേഞ്ച് സ്റ്റേഷനായിരിക്കും. അവിടെ നിന്ന് ഇന്റർനാഷണൽ സിറ്റി 2, 3, ദുബായ് സിലിക്കൺ ഒയാസിസ് ഇവിടങ്ങളിലൂടെ ദുബായ് അക്കാദമിക് സിറ്റിയിൽ മെട്രോ യാത്ര അവസാനിപ്പിക്കും. 21 കിലോമീറ്ററിനിടെ 10 സ്റ്റേഷനുകളാണ് ഉണ്ടാവുക. റെഡ് ലൈനുമായുള്ള ഇന്റർചേഞ്ച് സ്റ്റേഷൻ റാഷിദിയയിലെ സെന്റർ പോയിന്റ് ആണ്. അവിടെ നിന്ന് മെർദീഫ്, അൽ വർഖ എന്നിവ പിന്നിട്ട് ഇന്റർനാഷണൽ സിറ്റി 1-ലെത്തും. 9 കിലോമീറ്ററിൽ 4 സ്റ്റേഷനുകൾ ഉണ്ടാകും. 2030ഓടെ 2 ലക്ഷം യാത്രക്കാരെ കൊണ്ടുപോകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2040 ആകുമ്പോഴേക്കും ഇത് 32,000 ഉയർത്തും. 2040 ആകുമ്പോഴേക്കും ഇത് 3,20,000 ഉയർത്തും. 2 ദിശകളിലേക്കും മണിക്കൂറിൽ 46,000 യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന രീതിയിലാണ് ക്രമീകരണം. നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ ഈ മേഖലയിലെ ഗതാഗത തിരക്ക് 20% കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. The project will start, it's awarded today, and the project will start on the field on April, and it will be delivered on 9/9/2029. തീർന്നില്ല. പ്രതികൂല കാലാവസ്ഥ കാരണം സേവനങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകളും സ്വീകരിച്ചാണ് നിർമ്മാണം. കഴിഞ്ഞ മഴയിലുണ്ടായതുപോലെ വെള്ളക്കെട്ട് മെട്രോ സ്റ്റേഷനുകളിലും പാളങ്ങളിലും ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ നടപടികളെടുക്കും. അത്തരം അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് പുതിയ പദ്ധതി പൂർത്തിയാക്കുക. ശക്തമായ മഴയെ തുടർന്ന് നഗരത്തിലെ 14 പ്രദേശങ്ങളിലാണ് വെള്ളപ്പൊക്കമുണ്ടായത്. പ്രതിസന്ധികൾ തരണം ചെയ്യാൻ RTA-ക്കും ദുബായ് മുനിസിപ്പാലിറ്റിക്കും ദുബായ് സർക്കാർ 15 ലക്ഷം ദിർഹം അനുവദിച്ചിട്ടുണ്ട്. നിലവിൽ പ്രദേശങ്ങളിലെ 90% ജോലികളും പൂർത്തിയായെന്നും അൽതായർ വിശദീകരിച്ചു. അറബി ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബി നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.